കേരളത്തിലെ മുന്നണികൾ, അതായത് CPM, കോൺഗ്രസ് അടക്കമുള്ള മുന്നണികൾ ഞെട്ടിത്തരിക്കുകയാണ്. നമുക്കറിയാം CPM-നും കോൺഗ്രസിനും കേരളത്തിലുള്ള അടിവേര് എത്രത്തോളം ആഴത്തിലാണ് എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ വേര് സോഷ്യൽ മീഡിയയിൽ ഉറപ്പിക്കുകയാണ് BJP. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഈ സോഷ്യൽ മീഡിയ യുഗം എങ്ങനെ തങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇപ്പോൾ ഓരോ മുന്നണികളുടെയും ഭാവി എന്ന് പറയുന്നത്. ഇപ്പോൾ തേജോവധങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, പിന്നെ പീഡന പരാതികൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഇടം സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. $1 മില്യൺ അല്ലെങ്കിൽ മില്യന്റെ ഒരു വലിയ മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 1 മില്യണിലധികം ഫോളോവേഴ്സുമായിട്ടാണ് BJPയുടെ കേരള ഫേസ്ബുക്ക് പേജ് മുന്നേറുന്നത്. CPM-നാണെങ്കിൽ 7,94,000, കോൺഗ്രസിനാണെങ്കിൽ 3,00,000-ൽ അധികം. അപ്പോ BJPയുടെ വളർച്ച സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗമാണ്. അതായത് വന്ദേ ഭാരത് കുതിക്കുന്നതിലും കൂടുതൽ വേഗതയിൽ BJP കുതിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയാം. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആദ്യമായി പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, കൂട്ടായ്മകൾ ഉണ്ടാക്കിയത് RSSന്റെ കൂടി പിന്തുണയോടെ BJP ആണ്. BJPയിലെ പ്രാദേശിക ഘടകങ്ങളിലെ നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മ ഇന്ന് വലിയ രീതിയിൽ BJPയെ കേരളത്തിൽ വലിയ തോതിൽ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJPക്കെതിരെ ഒരു സൈബർ ആക്രമണം ഉണ്ടായാൽ അതിനെ ഏത് രീതിയിലാണ് ആ ആക്രമണത്തെ നേരിടേണ്ടതെന്നും അത് ജനങ്ങൾക്ക് ഏത് രീതിയിൽ എത്തിക്കണമെന്നും കൃത്യമായ ബോധ്യം BJPക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ അതായത് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് BJP വളരണമെന്നോ BJP വളർത്തണമെന്നോ കേരളത്തിൽ BJPക്ക് ഒരു MLA-യോ ഒരു MP-യോ ഉണ്ടാക്കണമെന്നോ വലിയ താല്പര്യമൊന്നുമില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കണ്ടിട്ടാണ് തൃശ്ശൂരിൽ ഒരുപക്ഷെ ഒരുപാട് പേർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. പക്ഷെ സുരേഷ് ഗോപി ഒരു സിനിമാ നടനിൽ നിന്ന് ഇപ്പോഴും തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥിരം ഒരു രാഷ്ട്രീയക്കാരനെ കാണുന്നത് എങ്ങനെയാണ്? ഒരു നിവേദനം തരും, അത് വാങ്ങും, എല്ലാം ശരിയാക്കി തരാം, നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ, നമുക്ക് അടുത്ത ആഴ്ച തന്നെ എല്ലാം ഓക്കെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഈ നിവേദനം നൽകുന്നയാൾ തിരിയുമ്പോൾ അതിനെ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ എറിയുന്ന ഒരു നേതാക്കന്മാരെയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സത്യം സത്യമായി പറയുക തന്നെയാണ് സുരേഷ് ഗോപി എപ്പോഴും ചെയ്യുന്നത്. തന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ അത് എത്ര മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് തോന്നിയാലും ആ സത്യം ആ സമയത്ത് കുറച്ച് വേദനിക്കുമായിരിക്കാം. അത് വേദനിക്കട്ടെ. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാണ് അവർക്ക് വെറുതെ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം നിരസിച്ചാൽ ഉടൻ തന്നെ CPM ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോഴും ഹീറോ സുരേഷ് ഗോപി തന്നെയാണ്. കാരണം സുരേഷ് ഗോപി നിരസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി വരെ ഇപ്പൊ CPM തയ്യാറാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി നിരസിക്കുന്നതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും, നിങ്ങൾക്ക് വീട് വെച്ച് തരും, പണം ഞങ്ങൾ തന്നെ മോഷ്ടിച്ച പണം സുരേഷ് ഗോപി നിരസിച്ചാൽ അത് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ കക്കൂസ്, കുളിമുറി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെയൊക്കെ സുരേഷ് ഗോപി പോയെന്ന് ഇപ്പോൾ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ സുരേഷ് ഗോപിയും എത്തി നിവേദനം നിരസിക്കണമെന്നാണ് പറയുന്നത്. എങ്കിലേ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 7,00,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സൈബർ ആക്രമണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സൈബർ ആക്രമണങ്ങളാണ് അവർ നടത്തുന്നത്. കാരണം ഒരു നേതാവിനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന്റെ അങ്ങറ്റം വരെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുമെന്നുള്ളതാണ്. അവർ വികസനത്തെക്കുറിച്ച് സംസാരിക്കില്ല, അവർ ജനങ്ങൾക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കില്ല, അവരുടെ സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കില്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരാളെ, എതിർ പാർട്ടിയിലുള്ള ഒരാളുടെ ഒരു വാർത്ത കിട്ടിയാൽ
അയാളെ എത്രത്തോളം തകർക്കാൻ കഴിയുമോ ആ തകർച്ച അത് ക്ലിപ്പുകളാക്കി എടുത്ത് ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത് എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്ത് അത് പോസ്റ്റാക്കി അതിലൂടെ കുറെ ആളുകൾ പിന്നെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് അവരുടെ ഫോക്കസ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കേരളത്തിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് BJP എത്രത്തോളം ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ BJPയുടെ കേരളം പേജ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരിടുന്ന ഓരോ പിന്നെ എന്താ പറയുക പോസ്റ്റുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 3 മിനിറ്റിന് മുമ്പ് ഇട്ടതാണ്. കേരള നവോത്ഥാനത്തിന് വെളിച്ചം പകർന്ന വിശ്വഗുരു ശ്രീ നാരായണ ഗുരുദേവന്റെ സമാധി ദിനത്തിൽ ആ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അവര് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ കൃത്യമായി അവരെ പിന്തുടരുന്ന, അതായത് അവരെ ഫോളോ ചെയ്യുന്ന ആളുകളെ അറിയിക്കാൻ വേണ്ടി അവർ കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്, വാട്സപ്പ് കൂട്ടായ്മകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായാണ് അവർ പോകുന്നത്. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ സെക്രട്ടറി കൗൺസിലർ തിരുമല അനിൽ, അദ്ദേഹം ഓഫീസിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിൽ CPM ഗൂഢാലോചന, മരണത്തിന് പിന്നിൽ CPM പോലീസ് ഗൂഢാലോചന എന്ന് മാത്രം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു പടവും കൊടുത്തിട്ട് അത് കൃത്യമായി അത് പിന്നെ വലിയ വീഡിയോ ആക്കിയിട്ട് അത്തരത്തിൽ ഒരു പ്രചരണം നടത്താനൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ ലളിതമായി എന്നാൽ കൃത്യമായ വാക്കുകളിലൂടെ, മുനയുള്ള വാക്കുകളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി പിന്നെ BJP ജില്ലാ സെക്രട്ടറി കൗൺസിലർ അവരുടെ പിന്നെന്താ പറയുക മരണവുമായി ബന്ധപ്പെട്ട്, അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇനി അമിത്ഷായുമായിട്ടുള്ള ഇന്റർവ്യൂ, മോദിയുടെ 75ാമത്തെ പിന്നെ ജന്മദിനത്തിൽ അമിത്ഷായുമായി നടത്തിയ ഇന്റർവ്യൂ, അതിന്റെ കാര്യങ്ങൾ, അങ്ങനെയാണ് അവർ പോകുന്നത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് കൃത്യമായി തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി CPMന്റെ നമ്മൾ നോക്കിയാൽ CPM 7,94,000 പേരാണ് CPMന്റെ കേരള പേജ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 21 സഖാവ് M. ലോറൻസ് ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി M. ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നു. ഈ ലോറൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് CPMഉം പാർട്ടിയും കാണിച്ചത് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവരുടെ സംസാരം. അത് കഴിഞ്ഞിട്ട് അയ്യപ്പ പ്രസംഗം മുടക്കാൻ ശ്രമിച്ചവർക്ക് സങ്കുചിത ചിന്താഗതി. മൊത്തം തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവാണ്, മൊത്തം നെഗറ്റീവിലാണ് ഇവരുടെ തുടക്കം. ഇവർ വിചാരിക്കുന്നത് നെഗറ്റീവാണ് ജനങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഇവരുടെ വികസനത്തെക്കുറിച്ചോ ഇവരുടെ പദ്ധതികളെക്കുറിച്ചോ പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ. പിന്നീട് ലോറൻസിന് വേണ്ടിയിട്ട് ലോറൻസിന്റെ പിന്നെ സഖാവ് ലോറൻസ് ദിനത്തിൽ AKT സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തുന്നു. ജീവിച്ചിരുന്നപ്പോൾ നോക്കാത്ത ഒരു മനുഷ്യന് വേണ്ടി മരിച്ചപ്പോൾ പതാക ഉയർത്തുന്നു എന്നൊക്കെ പറയുന്നത് അത് മോശപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് പല കമന്റുകൾ ഇതിന് താഴെ വരുന്നത്. അപ്പോ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി അതിലൂടെ ഒരു എന്താ പറയുക, ഇപ്പോ ന്യൂജൻ കാലമാണ്. അപ്പൊ സ്വാഭാവികമായി ഇറങ്ങി നടന്ന് സംസാരിക്കുന്നതിനപ്പുറം സോഷ്യൽ മീഡിയയാണ്, എല്ലാം വിരൽത്തുമ്പിലാണ്. അപ്പോൾ യുവാക്കളെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ BJPക്ക് വലിയ കാര്യങ്ങൾ, BJP വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു MP മാത്രമുള്ള ഒരു പാർട്ടിയാണ് BJP. ആ BJPക്ക് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ 10 ലക്ഷം ജനങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ 19ഉം 99ഉം ഒക്കെ MLA-മാരുള്ള പാർട്ടികൾക്ക് അത്ര പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് അത്രത്തോളം ആളുകൾ ഇല്ല എന്ന് പറയുമ്പോഴും BJP ആഞ്ഞു പിടിച്ചാൽ BJPക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.